നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. പ്രതിരോധ മേഖലയിൽ മറ്റൊരു ചരിത്ര നീക്കവുമായി കേന്ദ്ര സർക്കാർ. 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിൽ പങ്കുചേരാനായി 3 സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടുന്ന കൺസോർഷ്യത്തിനെ പ്രതിരോധ മന്ത്രാലയം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ലാർസൻ ആൻഡ് ടൂബ്രോ BEL, ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, ഭാരത് ഫോർജ് BEML എന്നിവയാകും വ്യോമസേനയ്ക്കായി 5ാം തലമുറ യുദ്ധവിമാനം ഒരുക്കാൻ പ്രതിരോധ മന്ത്രാലയവുമായി സഹകരിക്കുന്നത്. ഇതിനായി സർക്കാർ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ നൽകിക്കഴിഞ്ഞു. പൊതുമേഖല സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് ഈ പദ്ധതിയിൽ തുല്യ അവസരങ്ങളാകും നൽകുക. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണിത് എന്നതാണ് പ്രത്യേകത. 15,000 കോടി രൂപയുടെ പദ്ധതിയാണിത്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയ്ക്ക് ഫൈറ്റർ ജെറ്റ് നിർമ്മാണത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നതിനാലും കൂടുതൽ വേഗത്തിലുള്ള വികസനം ഉറപ്പു നൽകുന്നതിനാലും തന്നെ ഇതൊരു വലിയ ചരിത്രപരമായ നീക്കം കൂടിയാണ്. കൂടാതെ അത്യാധുനിക എയ്റോസ്പേസ് സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിലുള്ള 650 ഏക്കർ വിസ്തൃതിയുള്ള പുതിയ കേന്ദ്രങ്ങളിലായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയ്ക്ക് പോർവിമാന നിർമ്മാണത്തിൽ വാതിൽ തുറക്കുന്ന ചരിത്രപരമായ തീരുമാനമാണിത്. AMCA പദ്ധതി വിജയകരമായാൽ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പമുള്ള 5ാം തലമുറ യുദ്ധവിമാന സാങ്കേതികവിദ്യ കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ GE414 എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന AMCA യുദ്ധവിമാനം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ കീഴിലുള്ള എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, ആധുനിക റഡാർ സംവിധാനങ്ങൾ, ദൂരപരിധിക്കപ്പുറമുള്ള ആക്രമണശേഷി, സൂപ്പർ ക്രൂസ് കഴിവ് തുടങ്ങിയ അത്യാധുനിക സവിശേഷതകളോടെയായിരിക്കും പുതിയ യുദ്ധവിമാനം എത്തുക. വിമാനത്തിന്റെ ആദ്യ മാതൃക 2027 പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ പരീക്ഷണ പറക്കൽ 2028-2029 കാലയളവിൽ നടക്കും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫ്രഞ്ച് സഫ്രാൻ എഞ്ചിനുകൾ ഘടിപ്പിച്ച പുതിയ പതിപ്പുകളോടെ 2030 യുദ്ധവിമാനത്തിന്റെ വലിയ തോതിലുള്ള ഉൽപ്പാദനം ആരംഭിക്കും. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള രൂപകൽപ്പന ചെയ്ത 5ാം തലമുറ ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടിറോൾ യുദ്ധവിമാനമാണ് AMCA. ശത്രുവിൻ്റെ റഡാറിൽ നിന്നും മറഞ്ഞു നീങ്ങാൻ സാധിക്കും വിധം കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ, അതായത് റഡാറിൻ്റെ കണ്ണിൽപ്പെടാനുള്ള സാധ്യതയുള്ള യുദ്ധവിമാനങ്ങളാണ് സ്റ്റെൽത്ത് വിഭാഗത്തിലുള്ളത്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കാനാകുന്ന സൂപ്പർ ക്രൂസ് ശേഷിയുള്ള AMCA വിമാനങ്ങളിൽ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ അഥവാ AESA റഡാറുകളാണ് ഉപയോഗിക്കുക. ഇതിലൂടെ ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടെയുള്ള ശത്രുവിൻ്റെ ആയുധങ്ങളെ വളരെ ദൂരത്ത് വെച്ച് തന്നെ തിരിച്ചറിയാനും തകർക്കാനും സാധിക്കും. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കരയാക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും പ്രതിരോധിക്കുന്നതിനും AMCA വിമാനങ്ങൾ മുതൽക്കൂട്ടാകും. പദ്ധതിക്കായി ADAയും DRDOയും താൽപ്പര്യപത്രം പുറപ്പെടുവിച്ചിരുന്നു. 7 കമ്പനികളായിരുന്നു ഇതിനായി ബിഡ് സമർപ്പിച്ചത്. ഫെബ്രുവരിയിൽ നടന്ന മൂല്യനിർണ്ണയ പരിശോധനയ്ക്ക് ശേഷം ഇതിൽ നിന്ന് 3 സ്വകാര്യ കമ്പനികളെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. പുതിയ പദ്ധതിയുടെ പ്രധാന മാറ്റം പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പരിമിതമായ പങ്കാളിത്തമാണ്. ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക രംഗത്ത് സ്വകാര്യ മേഖലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരങ്ങളിൽ ഒന്നുകൂടിയാണിത്.